ഹേ ഗൈസ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടായിരുന്നു. ഈ ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ എനിക്ക് വെറും ആഡംബരമായിരുന്നു. കാരണം ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെയാണ് പുറത്ത് പോകുന്നത്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമോ കാരണം എനിക്ക് പനിയും ജലദോഷമൊക്കെയാണ്. അങ്ങനെ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ട് എനിക്ക് എൻ്റെ അമ്മ ബാക്കിൽ ഞാൻ ബെഡിൽ നിരത്തിയിട്ടാണ് എനിക്ക് ചീത്ത കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ അമ്മയ്ക്ക് ഇട്ട് കൊടുത്ത ലിപ്സ്റ്റിക്ക് അമ്മയ്ക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം അത്രയും അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പം എൻ്റെ വീട്ടിലെ പുതിയ കുറച്ച് അതിഥികളാണിത്. ഇത്രയൊന്നും അല്ല, 2-3 കൂടെ ഉണ്ടായിരുന്നു. ഫുഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാത്തിനും ഒന്നിച്ച് ചെയ്യണം. ഭയങ്കര പേടിയാണ്, അടുത്തേക്ക് വരുമോ കാര്യങ്ങളൊന്നും. അങ്ങനെ ഞങ്ങൾ പാലക്കാടേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും ഒരു ഹായ് ഒക്കെ തരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അച്ഛൻ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടവലൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത്. കാരണം ജലദോഷം പിടിച്ചിട്ട് അങ്ങേ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലെ ഇളയ സന്തതിക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്. അവൻ്റെ മിൽക്ക് മെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് കാണുന്നതാണ്. ഭയങ്കര പ്രാന്താണ് മിൽക്ക് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഞാനിത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ബാഗിൽ ഓൾറെഡി ഞാനത് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്നതിൻ്റെ എൻ്റെ അമ്മേൻ്റെ ആകെക്കൂടുള്ളൊരു സമ്പാദ്യം, ചെടിയും കാര്യങ്ങളും. എൻ്റെ അമ്മ അതിനനുസരിച്ച് മെയിൻറ്റെയിൻസ് ഒക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ട് പോവാണ്, ഒന്നും വരാതെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പള്ളിയൊക്കെയാണെന്ന് തോന്നും, എന്നാലും എൻ്റെ ചേട്ടൻ റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. എനിക്ക് എപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്നവൻ അത്രയും സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഓരോന്നും അവിടെ വെച്ചിരിക്കുന്നത്. അത് തിന്നാൻ തിന്നാൻ നീ എടുക്കണ്ട. നല്ലതാ, പക്ഷെ കൊളസ്ട്രോൾ ഇത് കഴിച്ചാലാ ഷുഗർ പിടിക്കും. എനിക്കറിയില്ല. പിന്നെ മിൽക്ക് മെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഭയങ്കര ഒരു സംഭവമാണ് വിചാരം വെച്ച് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇത് എൻ്റെ വീട്ടിലെ ഇളയ സന്തതി ആക്കി വെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആണ്. അതിൻ്റെ സൈഡിലും കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു. അങ്ങനെ പാലക്കാടേക്ക് ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയാകുമ്പം ഇറങ്ങാനുള്ള ഒരു ലെവലിൽ റെഡിയായി നിൽക്കുകയാണ്. വൈശാഖട്ടം വരാണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ബാക്കി കാണാൻ